ഈശ്വരാ, ഈ റീലിനൊരു ചുവമില്ലെന്ന് അടിക്കണേ. ശ്വേത ചേച്ചി, ആഹാരം കഴിക്കാതെ വേണേ ഞാൻ ഒരു ദിവസം പിടിച്ചു നിൽക്കാം. പക്ഷെ റീല് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. എന്റെ മോനെ സ്കൂളിൽ വിട്ട് വരാനുള്ള ടൈമായി. പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നു. ഇതെന്താ യൂണിഫോം ഇട്ട ബാഹുബലിയോ? ബാഹുബലി അല്ല, ബാഗ് വലി. അമ്മ, എനിക്ക് ഇന്ന് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പോവണ്ടമ്മ. അങ്ങനെ പറയല്ല മക്കളെ. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് വേണം ഒരു സർക്കാർ ജോലി വാങ്ങാൻ. ആഹാ, അതുള്ളല്ലോ. അപ്പൊ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ജോലി മേടിക്കേണ്ട സർക്കാരിന്റെ. എനിക്ക് ഒരു ജോലി കിട്ടി. പഠിക്കാൻ പോയ നിനക്ക് ജോലിയോ? ഞാൻ ഈ ബാഗും തൂക്കിക്കൊണ്ട് വന്നവരി അവിടെ നിന്ന് റോഡിങ്ങേര് പറയുക, ദാ നീ നമ്മളെക്കാൾ വെയിറ്റ് വെക്കുന്നുണ്ടല്ലോ, നാളെ തൊട്ട് നീ നമ്മുടെ കൂടെ കൂടിക്കോളാം. മക്കളെ, പുതിയ സ്കൂൾ എങ്ങനെ? പുതിയ സ്കൂളൊന്നും അല്ലമ്മ, നേരത്തെ വച്ച അതേ സ്കൂള് തന്നെ. അതല്ലടാ, നിന്റെ പുതിയ ക്ലാസ് എങ്ങനെയെന്ന്. ആ, പുതിയതായിട്ട് വന്ന എലീനക്കുട്ടി, ശ്രീജക്കുട്ടിയൊക്കെ കൊള്ളാം. എന്റെ മോനാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ. പെമ്പിള്ളാരെ കാണുമ്പോ വേണോട് ഇളക്കം. ആമ്പിള്ളാരായ ഇങ്ങനെ ഉണ്ടാവോ? എന്താടാ ഇന്നത്തെ വഴക്കറിഞ്ഞിട്ട് നീ മിണ്ടാക്കുന്നത്? അതമ്മ, ഇടിയും മിന്നലും ഉള്ളപ്പോ മെയിൻസ് ഓഫ് ചെയ്തിടാൻ നല്ലതല്ലേ. ഇവനെ കൊണ്ട് ഞാൻ തോച്ച്. അമ്മ, അച്ഛൻ 5 വർഷമായിട്ട് ഗൾഫിൽ നാട്ടിലോട്ട് വരാത്ത എന്താണെന്ന് അറിയോ അമ്മക്ക്? എന്താടാ? ഇത് തന്നെയാ കാരണം. അമ്മിനി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പോണില്ല അമ്മ. അതെന്താടാ? എന്റെ ബെസ്റ്റി ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലോട്ട് മാറിപ്പോയി. ബെസ്റ്റ് അതെന്തുവാടാ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇതെന്തൊരു തള്ള വൈബ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലവറിന്റെ ഫ്രണ്ടിന്റെ ഇടയിലുള്ള ആള് എന്റെ ബെസ്റ്റി. ഓ, ഇപ്പത്തെ പിള്ളേര് ഒരു കാര്യം. അവൾ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചമ്മ, ഐ റിയലി മിസ് യു ഡാന്ന്. എന്റെ ചങ്കില ആ 2 ബ്ലൂട്ടിക്ക് വീണത്. നീ പഠിക്കുന്നതേ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിലാ. ഓ, ഒരു സ്കൂള് അവിടെ ഫുൾ ഇംഗ്ലീഷിലാണമ്മ. ആകപ്പാടെ ഒരു മലയാളം പറയണത്, അവിടെ ഉണ്ണിക്കുട്ട ഈ മാസത്തെ ഫീസ് കൊണ്ടുവരണേന്ന്. മാത്രമല്ലമ്മേ, രാവിലത്തെ പ്രാർത്ഥന ചൊല്ലണത് വരെ അവർ ഇംഗ്ലീഷിലാ. ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്നത് നല്ലതല്ലേ? ഇവിടെ മലയാളത്തിൽ പ്രാർത്ഥിച്ചിട്ട് വരെ ദൈവത്തിന് മനസ്സിലാവും. ഇംഗ്ലീഷ് പ്രാർത്ഥിച്ച വേറെന്തെങ്കിലും ആണെന്ന് വിചാരിച്ചാലോ? എടാ, ടീച്ചർ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ലേ? ടീച്ചർ പറഞ്ഞു എനിക്ക് ശുഷ്കാന്തി ഇല്ലെന്ന്. അയ്യോ, അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു രാവിലെ കുളിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്ന ടീച്ചറേന്ന്. കർണാടകത്തിന്റെ മുമ്പിലുള്ള ശുഷ്കാന്തി. എടാ, നിനക്ക് ഉന്മേഷില്ലേന്നാ ചോദിച്ചത്. ടീച്ചർ വേറെ ഒന്നും പഠിപ്പിച്ചില്ലേ? ടീച്ചർ അവിടെ എന്തൊക്കെയോ പഠിപ്പിച്ചു, പക്ഷെ ഞാനൊന്നും കേട്ടില്ല. അതെന്താ നീ കേൾക്കാത്തത്? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒന്നും പഠിപ്പിച്ചില്ലെന്നേ. നിനക്ക് എന്താടാ ഇതിന് ഇൻട്രസ്റ്റ്? ഫോണിലുള്ള ഫ്രീ ഫയർ ഗെയിം. പിന്നെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് പഠിപ്പിക്കുന്നതല്ലേ ടീച്ചറിന്റെ കടമ. ഈശ്വരാ, ഇവനെ പഠിപ്പിക്കാൻ വിടുന്നത് വെറുതെ ആവോ? അങ്ങനെ കളിയാക്കല്ലേ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിന്ന് സ്കോർ ചെയ്ത്. എന്റെ മോന് സ്കോർ ചെയ്തോ? മിടുക്കൻ. എങ്ങനാ ചെയ്തേ? ഞാൻ ഇന്ന് 1-ന്ന് 2 പോയി, 2-ന്ന് ജമ്പ് ചെയ്ത് 99 പോയി. എന്നിട്ട് എന്നിട്ടെന്താ 99-ന്ന് ഒരു പാമ്പ് വിരിഞ്ഞ നേരം അപ്പന്റെ പോലെ നേരെ പാമ്പ് കളിക്കായിരുന്നല്ലേ? എടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 9 9 എത്രയാതാ? 99. 99. 9 9 18. 18-ൽ ഒരു 9 ഒന്ന് കാണിച്ചു അമ്മ. എടാ, നമ്മളെ കേരളത്തിന്റെ ദേശീയപക്ഷി ഏതാടാ? വേട്ടാവളിയൻ. അല്ലല്ല, വേരാമ്പലി. 1947 എന്താ സംഭവിച്ചത് നിനക്കറിയോ? അതിന് ഞാനപ്പ ജനിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ ഞാൻ അറിയണം? എടാ, അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഈ കാര്യം നമ്മൾ അച്ഛൻ അറിഞ്ഞില്ലേ അമ്മ? അച്ഛൻ ഗൾഫിൽ തന്നെ വോട്ട് കയറി വന്നില്ല. ഈ പ്രപഞ്ചത്തിലെ പോരാളി ആരാന്ന് നിനക്കറിയോ? പ്രപഞ്ചത്തിലെ പോരാളി ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ വീട്ടിലെ വരക്കാളി അമ്മയാണ്. അമ്മ, എനിക്ക് നാളെ തൊട്ട് ആ ബനാന റൈസ് വേണ്ട. ബനാന റൈസോ? ആ, ബനാന റൈസ് പരങ്കന്നി. ഞാനിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിക്കണം, അപ്പൊ അത് ഇംഗ്ലീഷ് ഇരിക്കട്ടോ. ആ, അതേപോലെ തന്നെ
കോക്കനട്ട് ഡസ്റ്റിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു. കോക്കനട്ട് ടെസ്റ്റോ? ചമ്മന്തിപ്പൊടി. പിന്നെ അമ്മേനെ ടീച്ചർ തിരക്കായിരുന്നു. ഷ്യോ, എന്നെ തിരക്കിയോ? എന്തുവാടാ തിരക്കിയേ? ഞാൻ ക്ലാസ്സിൽ നാലറുമ്പോ ടീച്ചർ പറയും നിന്റെ അമ്മ ഇങ്ങനെയാണോടാ പഠിപ്പിച്ച് വിട്ടാക്കണത്. ഞാൻ ക്ലാസ്സിൽ ഓടുമ്പോ ടീച്ചർ പറയും നിന്റെ അമ്മ ഇങ്ങനെയാണോടാ പഠിപ്പിച്ച് വിട്ടാക്കണത്. എടാ, നീ ഇവിടുന്ന് നല്ലോണം പഠിച്ച് ബാംഗ്ലൂരിൽ പോയി പഠിച്ചു വന്ന നിന്റെ കല്യാണ. എന്നാ അത് ഞാൻ ബാംഗ്ലൂരിൽ പോയി പഠിക്കട്ടെ അമ്മ? എന്റെ മോൻ ബാംഗ്ലൂരിൽ പോയി പഠിക്കേണ്ട, ആദ്യം ഇവിടെ ഒന്ന് ഊരി പഠിച്ചാ മതി. അമ്മ, ഞാൻ ഇവിടെ എത്ര പഠിച്ചാലും എനിക്ക് വിദ്യ വരും തോന്നുന്നില്ലമ്മ. മക്കളെ, നല്ലോണം പഠിച്ച വിദ്യയും വരും അറിവും വരും. ഓ അമ്മ, ആ വിദ്യ അല്ല, എന്നെ സ്കൂൾ മാറിപ്പോയ വിദ്യ. ഇപ്പോഴത്തെ കാലത്തെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ഓ അങ്ങനെ അല്ലമ്മ, പിന്നെ ജീവൻ ഉണ്ടെങ്കിലേ ജീവിതം ഉള്ളൂ. എടാ, നീ പെട്ടെന്ന് ആഹാരം കഴിച്ച് ട്യൂഷന് പോവാൻ നോക്ക്. ഇത്രയും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ എന്തിനാ ട്യൂഷൻ പോണ്? ഇത്രയും വലിയ കാശ് മുടക്കി ഇത്രയും വലിയ സ്കൂളിൽ നിന്നെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഈ അമ്മയ്ക്ക് 10 പേരുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ. അപ്പൊ ഞാൻ ട്യൂഷൻ പോണതോ? നിനക്ക് നാലക്ഷരം പഠിക്കാൻ. അമ്മ, ട്യൂഷന് പോടാ.